അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ആ നാമങ്ങളെക്കുറിച്ച് പഠിക്കലും അത് കാണാതെ പഠിക്കലും ഇതൊക്കെയും സ്വർഗത്തിലേക്ക് പോകുന്ന എളുപ്പവഴിയാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ നാമങ്ങളെ പഠിക്കാനും അതോടൊപ്പം ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങളും ഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള തേട്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ വക്കീൽ എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു വക്കീലാണ്. നമ്മുടെ സംരക്ഷണം ഏറ്റുകൊണ്ട് അള്ളാഹു വക്കീലാണ്. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് ഏറ്റുകൊണ്ട് അള്ളാഹു വക്കീലാണ്. നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിലെല്ലാം നമുക്ക് തുണയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല വക്കീലാണ്. നമ്മുടെ ഉപജീവനം അവൻ സംരക്ഷണം ഏറ്റെടുത്തതാണ്. നമ്മുടെ സംരക്ഷണം തന്നെയും അവൻ ഏറ്റെടുത്തവനാണ്. അതാണ് അൽ വക്കീൽ എന്ന് പറയുന്നത്. പടപ്പുകളുടെ സൃഷ്ടികളുടെ നിലനിൽപ്പ് ഏറ്റെടുത്തവനാണ് അള്ളാഹു. വകഫാ ബില്ലാഹി വക്കീല. ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ മതിയാകുന്നവനാണ്. വക്കീലായിക്കൊണ്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനായിക്കൊണ്ട് അവൻ മതിയാകുന്നവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നത്. അൽ വക്കീൽ എന്ന നാമം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറഞ്ഞത് വകഫാ ബില്ലാഹി വക്കീല. അള്ളാഹു മതി ഒരു വിശ്വാസിക്ക് വക്കീലായിക്കൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ അള്ളാഹു മതി. ഒരാളുടെയും ആവശ്യമില്ല. അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാകും. അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും. അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പേടിക്കേണ്ടതില്ല എന്നതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ രൂപത്തിൽ വിശ്വാസത്തെ കൊണ്ടുവന്ന് റബ്ബിലേക്കെല്ലാം തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനൊന്നിനെയും പേടിക്കേണ്ടതില്ല എന്നാണ് തിരുവചനങ്ങളും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദൂഹു വക്കീല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും, അതായത് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി. അവൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലും അവൻ്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് നടപ്പിലാക്കാൻ കഴിയുന്ന വക്കീൽ അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്ക് എല്ലാ പ്രതിസന്ധി, ഒരു മനുഷ്യൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ എല്ലാം ദൂരീകരിക്കാൻ അള്ളാഹു മതി. എന്തെല്ലാം അവന് ലഭിക്കണമോ ആ ലഭിക്കേണ്ട കാര്യങ്ങളെയെല്ലാം നേടിത്തരാൻ അള്ളാഹു മതി. അതുപോലെ തന്നെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെ നിർവഹിച്ചു നൽകാൻ അള്ളാഹു മതി. നമ്മുടെ സംരക്ഷകനായിക്കൊണ്ടും അള്ളാഹു മതി എന്നതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീട്ടിൽ നിന്നെല്ലാം പുറത്തു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താ? ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥനയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തന്നതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, അതിൻ്റെ തുടക്കത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ ഏത് മുന്നിൽ വരുന്ന പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീക്ക് ചോദിച്ചുകൊണ്ടാണ് അവിടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. വീട്ടുകാരെ സംരക്ഷിക്കാനും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി നമുക്ക് ഒരുപക്ഷെ ഈ ദിക്റൊക്കെ പറയുന്നുണ്ടാവും, ഈ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ദിക്റ് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയും, ഹുദീത ഉഖീത കുഫീത. ഹുദീത എന്ന് പറഞ്ഞാൽ
നിന്റെ മാർഗം എളുപ്പമായി, അല്ലെങ്കിൽ നിനക്ക് സന്മാർഗം ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വുക്കീത്ത, നിന്റെ വിഷയങ്ങളിൽ കൃത്യമായ കാവൽ നിനക്കുണ്ട്. നിന്റെ പ്രയാസ പ്രതിസന്ധികളിൽ, വിപത്തുകളിൽ, തിന്മകളിൽ നിന്ന് നീ ഭരമേൽപ്പിച്ചതുകൊണ്ട് തന്നെ നിനക്ക് ആ സംരക്ഷണം ലഭിച്ചിരിക്കുന്നു. വക്കുഫീത്ത, അള്ളാഹു മതിയാകുന്നവനാണ്. കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു മതിയായി നിനക്ക് ഉണ്ട് എന്നത് അള്ളാഹു സുബ്ഹാനഹു തആല തിരിച്ചു മറുപടി പറയുമെന്നാണ്. ഇങ്ങനെ മറുപടി പറയുമ്പോൾ പിശാച് പരസ്പരം സംസാരിക്കും. ഇനി എങ്ങനെയാണ് ആ മനുഷ്യനെ തെറ്റിക്കുക എന്ന ഒരു സംസാരവും അവിടെ നടക്കുമെന്നാണ് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിശാചുക്കൾ പോലും തോറ്റ് പിന്മാറിപ്പോകും എന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. പിശാചുകൾക്ക് പിന്നെ ഇടപെടാൻ സാധിക്കുകയില്ല. അതാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. അതോടൊപ്പം അള്ളാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ ആ നാമങ്ങളിൽ നിന്നുള്ള തേട്ടം നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും റബ്ബിൽ ഭരമേൽപ്പിക്കണം എന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഉപദേശം നൽകുകയാണ്, ഒരു വസിയത്ത് നൽകുകയാണ്. എന്താണ് വസിയത്ത്? അൻ തഖൂലി ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി. നീ രാവിലെ ആണെങ്കിലും വൈകുന്നേരത്തിലാണെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ ഒരു കാര്യം പറയണം. എന്താണ് പറയേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ പറയുന്ന വാചകങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. നീ കൃത്യമായി പറയണം. എന്നിട്ട് പറയണം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐനി. അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത് വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐനി. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ നീ എൻ്റെ കാര്യം എന്നിലേൽപ്പിക്കരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചത്, പഠിപ്പിച്ചത്. അപ്പോൾ സ്വന്തം കാര്യം പോലും ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾക്കുള്ളിലുള്ള സമയം, ആ സമയം പോലും എന്നിലേൽപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും എത്ര നിസാരമാണെങ്കിലും അത് റബ്ബിൽ ഭരമേൽപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചത് ദഅവാത്തുൽ മക്റൂബ് എന്നാണ്. ആ പ്രാർത്ഥനയുടെ ഹെഡിങ് തന്നെ, അതായത് പരീക്ഷിക്കപ്പെട്ടവൻ്റെ, പ്രയാസപ്പെടുന്നവൻ്റെ പ്രാർത്ഥനയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐനി വ അസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ നിൻ്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രയാസ പ്രതിസന്ധികളിൽ നിൽക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത് അല്ലാഹുമ്മ റഹ്മതക അർജു, റബ്ബേ നിൻ്റെ റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐനി. ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾ പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ, നീ എല്ലാം ഏറ്റെടുത്ത് എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരയണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. വ അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളെയും, ഏത് നിസ്സാരമായതും വലുതായതും ചെറുതായതുമായ ബാഹ്യവും ആന്തരികവുമായ എല്ലാ പ്രശ്നങ്ങളെയും റബ്ബേ നീ എനിക്ക് ശരിയാക്കി തരയണമേ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ലട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ വിഷയം ഇവിടെ ഫലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകൾ പോലും എന്നിൽ എൻ്റെ കാര്യത്തെ ഭരമേൽപ്പിക്കരുതേ എന്ന് പറയുന്നതിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഭരമേൽപ്പിക്കണം എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടാണ് കിടക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിലൊരു പ്രാർത്ഥന, ഏറ്റവും അവസാനമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വ അൽജഅ്തു ദഹ്രി ഇലൈക്. ഇങ്ങനെ റബ്ബിലേക്ക് എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് തൻ്റെ മുതുകും എല്ലാം റബ്ബിലേക്ക് സമർപ്പിച്ച്, ഞാനൊന്നുമല്ല റബ്ബേ നിന്നിലെല്ലാം എൻ്റെ മുഴുവനും സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ച് കിടന്നാൽ അന്നത്തെ രാത്രി മുഴുവൻ അവനെ ഇബാദത്തിലായിക്കൊണ്ട് രേഖപ്പെടുത്തുമെന്ന്
ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ സർവ്വതും റബ്ബിൽ സമർപ്പിക്കുക എന്നതാണ് അൽ വക്കീൽ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം വളരെ വിഷമത്താൽ ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയം സഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താണ് റസൂലെ ഇങ്ങനെ ഇരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാഹളത്തിൽ ഊതപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അതിനുവേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു മലക്കും ആ കാഹളം തൻ്റെ ചുണ്ടിൽ വച്ചുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഏത് സെക്കൻഡിലും ഊതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? ഞാൻ എങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് നിർഭയനായിക്കൊണ്ടിരിക്കുക എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, റസൂലെ, ഈ ഒരു ഭീതിതമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഖൂലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽനാ. നിങ്ങൾ ഹസ്ബുനല്ലാ എന്ന് പറഞ്ഞുകൊള്ളുക, ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊള്ളുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അല്ലാഹു. നമ്മൾ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും ഏത് പ്രയാസങ്ങളെയും നേരിടാനും തയ്യാറായിക്കൊണ്ട് റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതായത് ടെൻഷൻ ഫ്രീ ആകാൻ, പ്രയാസങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, നമ്മുടെ പ്രതിസന്ധികൾ അകന്നു പോകാൻ എല്ലാം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചാൽ നമുക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് അൽ വക്കീൽ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് പ്രയാസങ്ങളും ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നങ്ങളും പരിഹരിച്ചു നൽകാൻ അള്ളാഹുവിന് എളുപ്പമാണ്. നമ്മൾ റബ്ബിലേക്ക് ശരിയാവണ്ണം ഒന്ന് തവക്കുൽ ചെയ്താൽ എല്ലാം തീരുന്ന പ്രശ്നം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. പ്രശ്നം നൽകുന്നവനും അള്ളാഹുവാൻ, ആ പ്രശ്നത്തെ ഊരിമാറ്റാൻ കഴിവുള്ളവനും അള്ളാഹുവാൻ. അതുകൊണ്ട് ആ റബ്ബിലേക്ക് തവക്കുൽ ചെയ്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് നൽകുന്ന ഒരു ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ദുനിയാവ് ഒരു വലിയ സമുദ്രമാണ്, ആഴക്കടലാണ്. അങ്ങനെ ഉപമിച്ചുകൊണ്ട് ഒരു ഉപദേശം നൽകുന്നുണ്ട്. ഈ ദുനിയാവ് എന്നത് ഒരു ആഴക്കടലാണ്. ആ ആഴക്കടലിൽ പലരും മുങ്ങി നശിച്ചിട്ടുണ്ട്. ദുനിയാവിൻ്റെ പളപളപ്പിൽ, ദുനിയാവിൻ്റെ അലങ്കാരത്തിൽ, അതിൻ്റെ ആഗ്രഹത്താൽ ഈ കടലിൽ, ഈ ദുനിയാവ് എന്ന ആഴക്കടലിൽ മുങ്ങി നശിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മകനെ, നീ സൂക്ഷിക്കണം. ഈ കടലിൽ യാത്ര ചെയ്യാനുള്ള കപ്പൽ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആദർശമാണ്, ശരിയായ ആദർശമാണ്. അൽ ഈമാനു ബില്ലാ, നമ്മുടെ ശരിയായ റബ്ബിലേക്കുള്ള വിശ്വാസമാണ്. അതോടൊപ്പം ആ കപ്പലിലുള്ള ചരക്കുകൾ എന്നത് അഅ്മാലുസ് സാലിഹ, സൽക്കർമ്മങ്ങളാണ്. കപ്പലിൽ ചരക്കുകൾ ഉണ്ടാകണം, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകണം. അതെന്താണ്? അത് അഅ്മാലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും മൂന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു, ആ കപ്പൽ സഞ്ചരിക്കണമെങ്കിൽ അതിലൊരു പായ്ക്കപ്പലാണ്, അതിനൊരു പായ് വേണം. ആ പായയിൽ കാറ്റടിച്ചുകൊണ്ട് ആ കാറ്റിൻ്റെ ദിശയിലേക്കാണ് ഈ ഒരു കപ്പൽ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ പായ വേണമെങ്കിൽ ആ പായ എന്നത് തവക്കൽതു അലല്ലാഹ്, തവക്കുലാണ്, റബ്ബിലേക്ക് ഭരമേൽപ്പിക്കലാണ്. ഈ രൂപത്തിൽ 3 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മകനെ ഉപദേശിക്കുകയാണ്. ശരിയായ വിശ്വാസം, അഅ്മാലുസ് സാലിഹാത്ത്, അതോടൊപ്പം റബ്ബിലേക്ക് പൂർണ്ണമായി സർവ്വതും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നിനക്കുണ്ടാകേണ്ടത് എന്ന് മകനെ ഉപദേശിക്കുകയാണ്. മറ്റൊരു ചരിത്രത്തിൽ ദാത്തു റിഖാ എന്ന് പറയുന്ന യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. പ്രവാചകൻ്റെ വാള് ആ മരത്തിൻ്റെ കൊമ്പിൽ ചാർത്തിക്കൊണ്ട് പ്രവാചകൻ അവിടെ കിടന്നു വിശ്രമിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ശത്രു ഒരു ഭാഗത്തുകൂടെ വന്ന് ആ വാളിനെ എടുത്ത് ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനോട് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയത്വത്തോടുകൂടി പറയുകയാണ്, അല്ലാഹു ഉണ്ട്. അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വാളെടുക്കാനും പ്രവാചകൻ്റെ നേരെ നീട്ടാനും പ്രവാചകനോട് ഈ രൂപത്തിൽ ചോദിക്കാനും കഴിവ് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇവിടെ പ്രവാചകൻ അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അല്ലാഹു അവൻ്റെ കയ്യിൽ നിന്ന് ആ വാളിനെ നിലത്തിടാൻ, അവൻ്റെ കയ്യിൽ നിന്ന്
ആ വാളിനെ നിലത്തേക്ക് വീഴുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു കൊണ്ടെത്തിച്ചു. അവിടെ ശത്രു ആ വാള് നിലത്തിട്ടപ്പോഴേക്ക് പ്രവാചകനെടുത്ത് ആ ശത്രുവിൻ്റെ നേരെ ചൂണ്ടിയിട്ട് ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ വാള് വീശുന്നവനിൽ ഏറ്റവും നല്ലവനെയാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞ് പ്രവാചകൻ അത് കേട്ടപ്പോഴേക്ക് ആ വ്യക്തിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സംഭവം, അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ കൂടെയുണ്ട് എന്ന് പറയണമെങ്കിൽ മരണം മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ, അതും ഉറക്കച്ചടവിൽ എണീറ്റ് നിന്നുകൊണ്ട് പ്രവാചകൻ്റെ നേരെ വാള് വീശിയ ആ ഒരു സന്ദർഭത്തിൽ ആകെ നമ്മളൊക്കെ ആണെങ്കിൽ ഭയവിഘരായിക്കൊണ്ട്, നമ്മൾ വിഭ്രാന്തിയിലായിക്കൊണ്ട് എന്തു പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന് പറഞ്ഞു. അത് പറയണമെങ്കിൽ അള്ളാഹുവിൽ ശരിയായ വിശ്വാസമുണ്ടാകണം. വിശ്വാസം രൂഢമൂലമായിരിക്കണം. എന്തും അള്ളാഹുവിനെ കൊണ്ട് കഴിയും, എൻ്റെ എല്ലാം ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതി, എൻ്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അറിയുന്നവനാണ് അള്ളാഹു, അത് നീക്കിത്തരാൻ കഴിയുന്നവനുമാണ് അള്ളാഹു എന്ന വിശ്വാസമുണ്ടെങ്കിൽ, അചഞ്ചലമായ വിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് ഒന്നും ഒരു പ്രയാസമായി മാറുകയില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞല്ലോ, ഖുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. എല്ലാം നമുക്ക് സംഭവിക്കാനിരിക്കുന്ന മുഴുവനും അത് റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർവ്വ കാര്യങ്ങളെയും റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും പ്രത്യേകം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു അൽ വക്കീൽ എന്ന് പറയുമ്പോൾ ആ അൽ വക്കീൽ എന്ന നാമം, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നിവ കാര്യങ്ങളെയാണ് ഞാനിവിടെ ഉണർത്തിയത്. അള്ളാഹു എല്ലാത്തിനും സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളവനാണ്. ആ സംരക്ഷണം ഏറ്റെടുത്ത റബ്ബിലേക്ക് നമ്മൾ സർവ്വതും, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവൻ അള്ളാഹു മതി, വകഫാ ബില്ലാഹി വക്കീല എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വക്കീലായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ പ്രയാസ പ്രതിസന്ധികളിൽ അള്ളാഹു നമുക്ക് തുണയാകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ജീവിക്കാനും ആ രൂപത്തിൽ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.